മോഡിഫിക്കേഷനെ കുറിച്ച് വണ്ടി കാര്യങ്ങളൊക്കെ ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ അവരുടെ ആഗ്രഹങ്ങളെയാണ്, അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞ വാക്കിന് വ്യവസ്ഥയിലേക്ക് പിന്നെ ഞാനെന്തിനാ ആശാനെന്നും പറഞ്ഞ് നടക്കുന്നത്. വാഹനങ്ങളിൽ സ്റ്റിക്കറുകളും ലൈറ്റുകളും സ്ഥാപിക്കുന്നത് ഉൾപ്പെടെ 18 തരം മോഡിഫിക്കേഷൻ അനുവദിക്കാമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നത്. സീറ്റ് കവർ ഇടാം, ഫ്ലോർ മാറ്റ് ഇടാം. അതല്ല മോഡിഫിക്കേഷൻ എന്താണ് വൈര്? സ്റ്റിയറിംഗ് വീൽ കവർ ഇടാം. പിന്നെ ലൈറ്റ് എത്തിക്കാൻ സ്പീക്കറിൽ പാട്ട് കേൾക്കാം. ഇതൊക്കെയാണോ മോഡിഫിക്കേഷൻ? ഇതെന്തോ ഈ പറയുന്നത്? ഇതൊക്കെ എന്താ? ഇത് പുതിയതായിട്ട് കൊണ്ടുവരുന്ന വല്ല നിയമമാണോ ഇത്? ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇന്നത്തെ വരെ പൂക്കി വിളിച്ചിടത്ത് ഇപ്പൊ മാറ്റം ഉണ്ടായി. വണ്ടിപ്രാന്തന്മാരെ മൊത്തത്തിൽ നമ്മുടെ വണ്ടിയുടെ മോഡിഫിക്കേഷനെ സംബന്ധിച്ചുള്ള MPDയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം കമന്റ് ബോക്സ് എല്ലാം നോക്കുമ്പോൾ ആ പറഞ്ഞതിൽ ചില അക്ഷരങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിഞ്ഞാണ് വിളിക്കുന്നത്. നീ എന്നെ പറ്റിച്ചതാണ് എനിക്കറിയാം. ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങളെ അവരുടെ ആഗ്രഹങ്ങളെയാണ്, അല്ലാതെ വെറുതെ വോട്ട് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട് സാർ. വണ്ടിയെല്ലാം ഓൾട്ടർ ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുത്ത ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിനെ മറികടന്നുകൊണ്ട് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്ന സതീശനല്ല, ഇനി ഏതാണോ രാഹുൽ ഗാന്ധി നേരിട്ട് വന്നാലും ചെയ്യാൻ പറ്റൂല. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. കാരണം ഇന്ത്യ ഗവൺമെന്റിന്റെ പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്. അതിൽ ഗണേഷ് കുമാറിനും കാര്യമില്ല, സതീശനും കാര്യമില്ല. എല്ലാവരും ചേർന്ന് ശരിക്കും വാരി തന്നെ മറക്കില്ല. ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. മുതലാളിമാരൊക്കെ ഇങ്ങനെയാ ഗോപാല, ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും. അങ്ങനെ ആദ്യം കഴിഞ്ഞു. നിങ്ങൾ എന്തെന്ന് വെച്ചാ എനിക്കിത് കണ്ടോണ്ട് നിൽക്കാൻ വയ്യ, ഞാൻ പോണേ. ഞാൻ പോട്ടെ സാറേ, ഞാനിവിടെയൊക്കെ തന്നെ കാണും. നമുക്ക് കാണാം.